നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ശലോമോനിലും വലിയവൻ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. നമ്മുടെ കർത്താവിനെ ദേവാലയത്തേക്കാൾ വലിയവനായും യോനേക്കാൾ വലിയവനായും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇപ്പോൾ ഇവിടെ ശലോമോനൊക്കെ വലിയവനായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ശലോമോൻ ജ്ഞാനിയായിരുന്നില്ല. നമുക്കറിയാം, ബത്ശേബയെ ദാവീദ് വിവാഹം കഴിച്ചത് ആളുകളുടെ കണ്ണിൽ കൊടിയിടാൻ വേണ്ടിയാണ്. കാരണം ഒരു ബലാത്സംഗവും കൊലപാതകവും അതിൻ്റെ പിന്നിലുണ്ട്. അതാരും അറിയാതിരിക്കാൻ അദ്ദേഹം, അല്ലെങ്കിൽ ആ സ്ത്രീ അത് ആരോടും പറയാതിരിക്കാൻ അദ്ദേഹം അവളെ ഭാര്യയാക്കി. ആ സമയത്ത് അവൾ ഗർഭിണിയാണ്. കുറെ കഴിഞ്ഞ് അവൾ പ്രസവിക്കുന്നു. ആ കുഞ്ഞ് രോഗിയാകുന്നു. ദാവീദ് ആ വീട്ടിൽ ചെന്ന് കരയുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം ആ പ്രാർത്ഥന കേൾക്കുന്നില്ല. ആ കുഞ്ഞ് മരിക്കുകയാണ്. രാജാവിൻ്റെ കുഞ്ഞ് മരിക്കുക എന്നുള്ളത് അത് വലിയ വാർത്താ പ്രാധാന്യമുള്ളതാണ് എന്ന് മാത്രമല്ല, അതൊരു ശാപമായി ആളുകൾ കണക്കാക്കുകയും ചെയ്യും. എന്തായാലും ശലോമോനുള്ളതിനേക്കാൾ ദുഃഖം ആ സ്ത്രീക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഭർത്താവ് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അപ്പോൾ അവൾ ശലോമോൻ്റെ ഒരു ഭാര്യയായി തീർന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായ കുഞ്ഞ് മരിക്കാനിടയായി, രോഗിയായി മരിക്കാനിടയായി. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ദുഃഖങ്ങൾ പേറുവാൻ ഇടയായ സമയത്ത് ദാവീദ് അവളുടെ അടുക്കൽ ചെന്നിട്ട് അവളെ ആശ്വസിപ്പിച്ചു. പോട്ടെ, സാരയില്ല എന്നൊന്നും അല്ല പറഞ്ഞത്. മറിച്ച്, ഇത്രയും ദുഃഖങ്ങൾ അനുഭവിക്കാനിടയായ നിനക്കൊരു സന്തോഷം ഞാൻ തരാൻ പോവുകയാണ്. ഇനിയും നിന്റെ വയറ്റിൽ നിന്നുണ്ടാകുന്ന ഒരു കുഞ്ഞ് ആയിരിക്കും എൻ്റെ അനന്തരാവകാശി. ദാവീദിൻ്റെ അനന്തരാവകാശി ഉണ്ടാകും. ദാവീദിന് അനന്തരാവകാശി ഉണ്ടായി ദേവാലയം പണിയുമെന്നൊക്കെ ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നിന്റെ കുഞ്ഞായിരിക്കും. ദാവീദിന് അക്കാലത്ത് വേറെ ഒരുപാട് ഭാര്യമാരുണ്ട്. മയഖയുണ്ട്, മീഖളുണ്ട്, എഗ്ലയുണ്ട്, ഹഗീത്തുണ്ട്, അബീശത്തുണ്ട്, അബീഗയിലുണ്ട്. അങ്ങനെ കുറേ ഭാര്യമാർ ഉണ്ട്. എന്നാൽ ബത്ശേബയായ നിന്നിൽ നിന്നുള്ള കുഞ്ഞായിരിക്കും അനന്തരാവകാശി എന്ന് പറഞ്ഞു. അത് അവൾക്ക് ധൈര്യമായി, പ്രത്യാശയായി. എന്തായാലും ദാവീദ് വയസ്സനായി. അദോനിയാവ് സ്വയം രാജാവായി. നാഥാൻ പ്രവാചകൻ ഇത് ബത്ശേബയെ അറിയിച്ച് രാജസന്നിധിയിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ അവിടെ ചെന്ന് രാജാവിനോട് അക്കാര്യം പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ രാജാവാക്കാമെന്നല്ലേ പറഞ്ഞത്, പക്ഷെ അദോനിയാവ് രാജാവായിരിക്കുന്നല്ലോ. സാരമില്ല. നാഥാനെ വിളിച്ചു. ശലോമോനെ അഭിഷേകം ചെയ്തു. അദോനിയാവ് കൊല്ലപ്പെട്ടു. ശലോമോൻ രാജാവായി. പക്ഷെ ശലോമോന് വിദ്യാഭ്യാസം ഇല്ല. ആയോധന കലകൾ അറിഞ്ഞുകൂടാ, ഭരണം അറിഞ്ഞുകൂടാ, എക്കണോമിക്സോ പോളിറ്റിക്സോ കൊമേഴ്സോ ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും സന്തോഷത്തിൽ 1000 കാളകളെ ശലോമോൻ യാഗം കഴിച്ചു. ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിനക്ക് എന്തു വേണം? ഒറ്റ വരമേ ശലോമോൻ ആവശ്യപ്പെട്ടുള്ളൂ, ജ്ഞാനം. നിന്റെ ജനത്തെ നന്നായി ഭരിക്കാൻ എനിക്ക് ജ്ഞാനം തരണം. ദൈവത്തിന് ഇഷ്ടമായി. ദൈവം നൽകി. ശലോമോൻ അറിഞ്ഞുകൂടാത്തത് ഒന്നുമില്ലായിരുന്നു. ചോരിന്മ മുളയ്ക്കുന്ന ഈസോപ്പ് തുടങ്ങി ലബാനോണിലെ ദേവദാരു വരെ മരങ്ങളെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച്, പക്ഷിയെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച് എന്നു വേണ്ട സകല കാര്യത്തിലും ശലോമോന് ജ്ഞാനമുണ്ടായി. ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടി. പല രാജ്യങ്ങളും ഇതറിഞ്ഞു. ഭൂമിയുടെ തെക്കേയറ്റത്തുള്ള ശേബാരാജ്ഞി ശലോമോന്റെ ജ്ഞാനം അവൾ ജ്ഞാനിയാണ്. ശലോമോനോട് തർക്കിക്കാനൊക്കെ ആയിട്ട് വന്നു. പക്ഷേ അവൾ ശലോമോനോട് പരാജയപ്പെട്ടു. അവൾ ശലോമോന്റെ ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ച് വലിയ പാരിതോഷികം
ദൈവനാമത്തിന് നൽകിക്കൊണ്ടാണ് അവൾ മടങ്ങിപ്പോകാൻ ഇടയായത്. ആ സംഭവമാണ് യേശു ഇവിടെ പറയുന്നത്. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ഒരു കാലത്ത് ശലോമോന് ജ്ഞാനമില്ലായിരുന്നു. പക്ഷെ യേശുവിന് അങ്ങനെയില്ല. യേശു സർവജ്ഞാനിയായ ദൈവം തന്നെയാണ്. ദൈവത്തിന് മനുഷ്യാവതാരമാണ്. ശലോമോൻ ഈ ജ്ഞാനമൊക്കെ കിട്ടിയിട്ടും അതനുസരിച്ച് അന്ത്യം വരെ ജീവിച്ചില്ല. ശലോമോനിൽ നിന്ന് ആളുകളൊക്കെ ജ്ഞാനം പ്രാപിച്ച് അവർ നന്നായി ജീവിച്ചിട്ടുണ്ടെങ്കിലും ശലോമോൻ അവസാനം ഒരു വിഗ്രഹാരാധിയായിട്ട് മാറി. പക്ഷെ യേശുവിന് അങ്ങനെ ഉണ്ടായില്ല. യേശു അവസാനം പറയുന്നത് സകലവും നിവൃത്തിയായെന്നാണ്. ദൈവം കൊടുത്ത ആ ശുശ്രൂഷകൾ കൃത്യമായിട്ട് മുഴുവൻ ഭംഗിയായി നിവർത്തിച്ച ആളാണ് യേശു. ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ മരിക്കുമ്പോൾ വലിയ നഷ്ടമായി പോയി അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സാധിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. യേശു 33-ാമത്തെ വയസ്സിൽ മരിച്ചെങ്കിലും ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടാണ്. യേശു പ്രധാനമായിട്ട് ഒരു കാര്യത്തിനാണ് വന്നത്, മനുഷ്യൻ്റെ നരകം അനുഭവിച്ച് രക്ഷാമാർഗം ഒരുക്കാൻ. അത് സാധിച്ചു. അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ യേശുവിന് ഇവിടം വിട്ടു പോകാം. പക്ഷേ ശലോമോനെ സംബന്ധിച്ച് ദൈവം ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചില്ല. അവസാനം അദ്ദേഹം രക്ഷിക്കപ്പെടാത്ത സ്ത്രീകളെ വിവാഹം കഴിക്കുക, അവരുടെ ആലോചന പ്രകാരം വിഗ്രഹ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത ഒരാളായിട്ട് തീരാനിടയായി. പക്ഷെ യേശു അങ്ങനെയല്ല. യേശു അന്ത്യം വരെ പിതാവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കാനിടയായി. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ശേബാരാജ്ഞി കുറവുകളുള്ള ശലോമോന്റെ അടുക്കൽ വന്ന് വചനം കേട്ട് മാനസാന്തരപ്പെട്ടു. കുറവില്ലാത്ത യേശു മനുഷ്യനായി ഇത്ര അടുത്ത് വന്നിട്ടും ആളുകൾക്ക് അവനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, തെറ്റിദ്ധരിക്കുകയാണ്, സംശയിക്കുക. അതുകൊണ്ട് യേശു പറയുകയാണ്, ശേബാരാജ്ഞി ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ഇവരെ കുറ്റം വിധിക്കും. അവൾ പറയും, ഞാന് ദൂരദേശത്ത് നീ വചനം കേട്ട്, ശലോമോന്റെ ജ്ഞാനം കേട്ട്, ദൈവത്തിന്റെ ജ്ഞാനം കേട്ട് വന്നവളാണ്. കേട്ട ഉടൻ തന്നെ എനിക്കത് ബോധ്യമായതിനാൽ ഞാനത് എൻ്റെ അബദ്ധ ദൈവങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ യഹോവയെ രക്ഷകനായി സ്വീകരിച്ചു. 100 താലന്ത് പൊന്ന് ദൈവനാമത്തിൽ അർപ്പിക്കാനിടയായി. ഞാൻ വന്ന വഴിക്കൊക്കെ കള്ളന്മാരൊക്കെയുള്ള സ്ഥലമാണ്. അതൊന്നും പേടിക്കാതെയാണ് ഞാൻ വന്നത്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈയെത്താവുന്ന അകലത്തിൽ, നിങ്ങളുടെ കണ്ണിനും മൂക്കിനും അടുത്ത് ദൈവം മനുഷ്യനായി വന്നിട്ടും നിങ്ങൾ അവനെ തെറ്റിദ്ധരിച്ചു, സംശയിച്ചു. അതുകൊണ്ട് നിങ്ങളെ വെറുതെ വിടാൻ പാടില്ല. ന്യായവിധി ദിവസത്തിൽ ശേബാരാജ്ഞി പറയും, ഇവരെ ന്യായം വിധിക്കണം എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത്ര അടുക്കൽ ആവർത്തിച്ച് നാം സുവിശേഷം കേട്ടിട്ടും അറിഞ്ഞിട്ടും ബോധ്യമായിട്ടും നമുക്ക് വേണ്ടി നരകമേറ്റ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തി ജീവിക്കുന്ന യേശുവിനെ സ്നേഹിക്കാതെയാണ് കഴിയുന്നതെങ്കിൽ നമ്മളെക്കാൾ നിർഭാഗ്യവാന്മാർ വേറെ ആരാണുള്ളത്? യേശുവിനെ സ്നേഹിക്കുക, യേശുവിനായി ജീവിക്കുക, ശലോമോനൊക്കെ വലിയ യേശുവിനെ കൈക്കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.